Hey guys, welcome to Entrepreneurs Around the World by Young Minds. ഇതൊരു സീരീസ് ആണ്. ഈ സീരീസിലൂടെ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിന്റെ ഓൺടർപ്രണേഴ്സിന്റെ സ്റ്റോറീസ് ആണ് കവർ ചെയ്യാൻ. നമ്മുടെ സീരീസിന്റെ ഡേ 1 ആണ്. ഡേ 1 നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് മാർക്ക് സക്കർബർഗിന്റെ സ്റ്റോറിയാണ്. നമ്മുടെ ഒരു ദിവസം കംപ്ലീറ്റ് ആവുന്നില്ല ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം ഒന്നും യൂസ് ചെയ്യാതെ. ഇതിന്റെ ഒക്കെ ഫൗണ്ടർ ആയിട്ടുള്ള മാർക്ക് സക്കർബർഗ്. അതിനെ പറ്റിയിട്ട് എത്ര പേർക്കറിയാം? 12ാമത്തെ വയസ്സിൽ സബ്നെറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജിംഗ് ആപ്പ്, അതും സ്വന്തം ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജിംഗ് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് സക്കർബർഗ് സ്റ്റാർട്ട് ചെയ്തത്. 19ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ടാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇന്നോവേഷൻ ആണ് ഫേസ്ബുക്ക്. ഇതിലൂടെ തന്നെ നമുക്ക് യങ് ഏജിൽ ഒരു എന്റർപ്രണറിയൽ മൈൻഡ് സെറ്റ് വേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. അദ്ദേഹം ആ ഒരു യങ് ഏജിൽ എന്റർപ്രണർ ആയതിനാൽ തന്നെ അദ്ദേഹം ഇന്ന് മില്യൺസ് ആണ് സമ്പാദിക്കുന്നത്. അപ്പൊ നമ്മളെ കുട്ടികളുടെ ഉള്ളിലും എന്തുകൊണ്ട് നമുക്ക് ഒരു യങ് ഏജിൽ എന്റർപ്രണറിയൽ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തുകൂടാ? സക്കർബർഗിനെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫേസ്ബുക്ക്, മെറ്റ, അതേപോലെ വാട്സ്ആപ്പിലൂടെ ഒക്കെ നമുക്ക് നല്ല ഫെമിലിയർ ആണ്. പക്ഷെ ഇതുപോലെ നമുക്ക് അറിയാത്ത എത്രയോ ഓൺടർപ്രണേഴ്സ് നമ്മളെ ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ സ്റ്റോറീസ് അറിയാൻ, അതും വേൾഡ് വൈഡ് ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിന്റെ സ്റ്റോറീസ് അറിയാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യും.